ഹർഷന്റെ സാക്ഷി. ഹർഷ, ഹർഷ്, ബോസ്. ദീപക് അവനെ തൊട്ടു വിളിച്ചു. കണ്ണടച്ചിരുന്ന ഹർഷൻ മെല്ലെ കണ്ണു തുറന്നു നോക്കി. ബോസ്, നമ്മുടെ പ്രൈവറ്റ് ജെറ്റ് ഇപ്പോൾ ഫ്യൂവൽ റീഫിൽ ചെയ്യാൻ വേണ്ടി അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം, ദീപക് ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് ഹർഷൻ എഴുന്നേറ്റു. പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇനി വരെ 2800 കിലോമീറ്റർ അകലെ. 4-5 മണിക്കൂർ കൂടി. ജീവനോടെ ഇരുന്നപ്പോൾ തന്നെ കാണാൻ മുത്തശ്ശി ഏറെ ആഗ്രഹിച്ചു. വിളിച്ചു. അപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വാശിയായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞപ്പോൾ ഓരോന്നോർത്തോർത്ത് അവൻ പുറത്തേക്കിറങ്ങി. എയറോ ബ്രിഡ്ജിലൂടെ അവർ എയർപോർട്ടിനുള്ളിലേക്ക് നടന്നു. 2 ഇരട്ട പെൺകുട്ടികൾ അച്ഛന്റെ കയ്യിൽ തൂങ്ങി മുന്നിലൂടെ നടന്നു പോകുന്ന ഹർഷൻ ഒരു നിമിഷം ശ്രദ്ധിച്ചു. 2-3 വയസ്സ് വരും. അന്നേരം അവന്റെ കുഞ്ഞുങ്ങളെ ഓർത്തു. അവരുടെ ഈ പ്രായമൊന്നും തനിക്ക് ആസ്വദിക്കാനായില്ലല്ലോ. അവൻ തന്റെ ഹുഡി ജാക്കറ്റിന്റെ പോക്കറ്റിനുള്ളിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി. ഒരു ഫോൾഡർ നിറയെ അവന്റെ കുഞ്ഞുങ്ങളുടെ ചിത്രമാണ്. എന്റെ സുന്ദരക്കുട്ടന്മാർ. ഇന്നലെ അവരുടെ പിറന്നാളിനെടുത്ത ചിത്രം വരെ ഉണ്ടായിരുന്നു അതിൽ. അവരുടെ ഓരോ ചലനങ്ങളും ഈ ലോകത്തിൽ ഏത് കോണിലിരുന്നാലും ഹർഷൻ അറിയും. കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആരും അറിയാതെ അവൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. അവർ പഠിക്കുന്ന സ്കൂൾ മുതൽ കൈതകൾ പ്രബലചന്ദ്രന്റെ വീടിനുള്ളിൽ വരെ അവന്റെ ആളുകൾ ഓരോ ജോലി ചെയ്തുകൊണ്ട് ആരും അറിയാതെ അവന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ആദർവനും വസിഷ്ഠനും ഇരട്ട കുട്ടികൾ ആണെങ്കിലും 2 പേർക്കും പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. 2 കുട്ടികളെപ്പോലെ സാക്ഷിയുടെ വയറിനുള്ളിൽ തന്നെ 2 സാക്കുകളായി കിടന്നു വളർന്ന അവർ ശരിക്കും ഒരേ സമയം വളർന്നു വന്ന 2 കുട്ടികളായിരുന്നു. സാക്ഷിയുടെ 2 അണ്ടത്തിലും അവന്റെ വെവ്വേറെ ബീജത്തിലും ഉരുത്തിരിഞ്ഞ കുട്ടികൾ. അവരുടെ ഇഷ്ടങ്ങളും സ്വഭാവങ്ങളും 2ആണ്. പക്ഷേ 2 പേരും തന്നെ പോലെയാണ്. തൻ്റെ മുഖം, തൻ്റെ നിറം, തൻ്റെ കണ്ണുകൾ, തൻ്റെ മുടി, തൻ്റെ ശരീരപ്രകൃതി. ഹർഷൻ അഭിമാനത്തോടെ ചിന്തിച്ചു. അത് താനുമായി ഒന്നായി ചേരുമ്പോൾ ഇരുവരും ഒരു ശരീരമായി മാറുമ്പോഴും അവളുടെ ഹൃദയത്തിലും കണ്ണുകളിലും അവളുടെ ഹർഷൻ മാത്രമായിരുന്നു. അവളുടെ ഓരോ അണുവിലും തന്നോടുള്ള സ്നേഹം മാത്രമായിരുന്നു. താനും അതുവരെ അടക്കിപ്പിടിച്ചു നിർത്തിയിരുന്ന തന്റെ സ്നേഹം മുഴുവനും ഒരു തുള്ളി പോലും ചോരാതെ അവളിലേക്ക് ഒഴുക്കി. അതിന്റെ ഫലമാവണം 2 കുഞ്ഞുങ്ങൾക്കും അവന്റെ തനിച്ചായ. തന്നെ ഇനി ഒരിക്കലും കാണണ്ട എന്ന് പറഞ്ഞ സാക്ഷി ഇപ്പോൾ ദിവസവും ഒന്നല്ല 2 വട്ടം തന്നെ കാണണം. 2 പേരിലൂടെ. അവൻ ക്രൂരമായി പുഞ്ചിരിച്ചു. അമ്മയില്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾ അച്ഛനൊപ്പമല്ലേ കഴിയേണ്ടത്? ഏത് നിയമവും തൻ്റെ ഒപ്പമേ നിൽക്കൂ. എന്റെ മുത്തശ്ശിയുടെ മരണാനന്തര കർമ്മങ്ങൾ കഴിയുമ്പോൾ ഞാൻ മടങ്ങി വരും. അന്ന് എന്റെ ഒപ്പം എന്റെ മക്കളും കാണും. അപ്പോൾ സാക്ഷി ഈ ഭൂലോകത്ത് കാണില്ല. അവള് മാത്രമല്ല, അയാളും. കൈതക്കൽ പ്രബലചന്ദ്രൻ. തനിക്കെല്ലാം നഷ്ടമാക്കിയത് അയാളാണ്. പിന്നെ അവളും. പൈലറ്റ് അനൗൺസ്മെന്റ് കേട്ടപ്പോൾ മയങ്ങുമായിരുന്ന ദീപക് കണ്ണു തുറന്നു. എത്തിയല്ലേ ഒടുവിൽ. അവൻ വേഗം സീറ്റ് ബെൽറ്റ് ധരിച്ചു. ഹർഷൻ അപ്പോഴേക്കും വാഷ്റൂമിൽ നിന്ന് തിരികെ എത്തി സീറ്റിലേക്ക് ഇരുന്ന് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ തുടങ്ങിയിരുന്നു. എന്തോ അവന്റെ ഹൃദയം അനിയന്ത്രമായി തുടിച്ചുകൊണ്ടിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ വിമാനം കൊച്ചിയിൽ നിലം തൊട്ടു. ദീപകിന്റെ ശരീരത്തിൽ എമ്പാടും കുളിര് കോരുന്ന പോലെ തോന്നി. എന്തൊക്കെ പറഞ്ഞാലും ഏത് സ്വർഗത്തിൽ താമസിച്ചാലും സ്വന്തം നാട് ഒരു വികാരമാണ്. ദൂരെ കാണുന്ന എയർപോർട്ടിൽ ബോർഡിൽ മലയാളത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടപ്പോൾ ദീപുവിന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. മലയാളം. ദൈവമേ, മലയാളത്തിൽ ഒരു ബോർഡ് വായിച്ച കാലം മറന്ന്. അവൻ ഹർഷനെ നോക്കിയപ്പോഴാണ് തന്റെ ആത്മകഥം അല്പം ഉറക്കായി പോയെന്ന് ദീപുവിന് മനസ്സിലായത്. അവൻ ദീപുവിനെ പഠിക്കുന്ന പോലെ നോക്കിയിരിക്കുന്നു. അയ്യോ മുത്തശ്ശി, ഒക്കെ മറന്നു. ദീപു വേഗം ഒന്നും മിണ്ടാതെ ഹർഷന്റെ അവന്റെയും ബാഗുകൾ എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. സോറി ബോസ്. ദീപു ഒന്ന് നിന്നു. ഹർഷൻ വിളിച്ചു. ഇവിടെ ഈ കേരളത്തിൽ ഞാൻ നിന്റെ ബോസ് അല്ല. നീ എന്റെ എംപ്ലോയിയുമല്ല. സോ ഡോണ്ട് കോൾ മീ ബോസ്. ദീപുവിന്റെ കയ്യിൽ ഇരുന്ന ബാഗ് തട്ടിപ്പറിച്ചു വാങ്ങിക്കൊണ്ട് ഹർഷൻ മുന്നോട്ട് നടന്നു. അവന്റെ ആ ഭാവം കണ്ടതും ഭയന്ന് ദീപു വേഗം അവനോടൊപ്പം മുന്നോട്ട് നടന്നു. ഉള്ളിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ അത്യധികം സന്തോഷത്തോടെയാണ് അവൾ മുറ്റത്ത് ഒരു നിമിഷം നിന്നു. കയ്യിലിരുന്ന ഫോൺ സ്ക്രീനിലേക്ക് അവൾ കണ്ടെടുക്കാതെ നോക്കി. കാണാൻ ഏറെ ആഗ്രഹിച്ച കാഴ്ച കണ്ട് അവൾ ഉറക്കി ഉറക്കി ചിരിച്ചു. അവൾ അണിഞ്ഞൊരുങ്ങിയിരുന്നു. ഒരു മഞ്ഞ പൂത്തുമ്പിയെ പോലെ, ചിത്രശലഭം പോലെ. സൂര്യ ഉദിച്ചു വരുന്ന പൊൻകിരണങ്ങൾ അവൾക്ക് അത്യധികം ഭംഗിയേകി. ഇളം കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിക്കളിച്ചു. ഒരു 18കാരുടെ കുസൃതി അവളിലുണ്ടായിരുന്നു. താൽ എന്ന അവളുടെ ഇഷ്ട സിനിമയിലെ അവൾക്കിഷ്ടമേറിയ താൽസേ താൽമില എന്ന ഹിന്ദി ഗാനം അവളുടെ ഫോണിൽ അവൾ പ്ലേ ചെയ്തു. നിന്റെ താളം എന്റെ താളവുമായി ചേർക്കൂ. അവൾ പാട്ടിന്റെ വരികളുടെ അർത്ഥം ചെറുചിരിയോടെ സ്വയം പറഞ്ഞു. ശേഷം പാട്ടിനൊപ്പിച്ച് അവൾ സന്തോഷത്തോടെ നൃത്തം ചവിട്ടി.
അവളുടെ മഞ്ഞ ഗൗണിൽ ഒരു പൂമ്പാറ്റയെ പോലെ ചിറകു വിടർത്തി. അത്ര മനോഹരമായിരുന്നു ആ കാഴ്ച. അമ്മ, അമ്മ! അവളുടെ സന്തോഷ നൃത്തം കണ്ട് ആദർവനും വസിഷ്ഠനും ഉമ്മറത്ത് നിന്ന് ചാടി അവളുടെ അരികിലേക്ക് പാഞ്ഞെത്തി. അവരും അവളോടൊപ്പം ചുവട് വെച്ചു. അവിടെ പാനെത്തിയ ആദർവനും വസിഷ്ഠനും അവർക്കറിയാവുന്ന ചുവടുകളോടെ അവൾക്കൊപ്പം അവരും കളിച്ചു. ഒടുവിൽ അവർ മൂവരും തളർന്നു. അമ്മ, എന്താ അമ്മ ഇത്ര ഹാപ്പി? രണ്ടുപേരും അവളോട് കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. ഐ ആം ഹാപ്പി, സോ ഹാപ്പി, ബിക്കോസ് യുവർ നാന ഈസ് ബാക്ക്. അച്ഛൻ എത്തിപ്പോയി, ആഹ്ലാദത്തിരകളോടെ അവർ പറഞ്ഞു. ഏയ് ഹായ് ഹായ്! ആദരവും വസിഷ്ഠന്മാർ തുള്ളിച്ചാടി വീണ്ടും. അവളുടെ ഉത്സാഹം കണ്ട് അവളും വീണ്ടും തുള്ളിച്ചാടി. ഈ കാഴ്ച കണ്ട് മനസ്സിറഞ്ഞ് മുത്തശ്ശി ചാരുകസയിൽ കിടപ്പുണ്ടായിരുന്നു. നേരം ഹർഷന്റെ ഹെലികോപ്റ്റർ അവനുമായി പറന്നു പൊങ്ങി കൊച്ചിയിൽ നിന്നും പാലക്കാട്ടേക്ക്. അവനൊപ്പം കൊച്ചിയിൽ നിന്നും ജഗതി വർമ്മ കൂടി ചേർന്നിരുന്നു. ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിയ അയാൾ ഏക മകനെ വർഷങ്ങൾക്ക് ശേഷം കാണായി കൊച്ചിയിൽ തന്നെ ഒരുപാട് മണിക്കൂറുകളും കാത്തിരുന്നു. കൊച്ചിയിലെത്തിയ ഉടനെ ദീപു സുഗന്ധിയും അമ്മയെ വിളിച്ചു. എത്രയും വേഗം ഹർഷനുമായി പാലക്കാട്ട് എത്തേക്കാമെന്ന് അവൻ അവർക്ക് ഉറപ്പു നൽകി. ജഗവതി വർമ്മ യാത്രയിലുടനീളം ഹർഷന്റെ കൈകളിൽ തന്റെ കൈകൾ ചേർത്തിരുന്നു. മുന്നിൽ കാണുന്നത് തന്റെ മകനാണെന്ന് പോലും അയാൾക്ക് വിശ്വാസം വന്നില്ല. വെറും യുവാവായിരുന്ന മകൻ ഇപ്പോൾ ഇരുത്തം വന്ന ഒത്തുപുരുഷൻ. ദൂരെ നിന്ന് പോലും കാണാൻ അനുവദിക്കാതെ, ഒരു ക്യാമറയുടെ പോലും മുന്നിൽ വരാതെ അവൻ എല്ലാവരും പിരിഞ്ഞുനിന്ന് എത്ര വർഷങ്ങളാണ് മാറുന്നത്. അനുഭവങ്ങൾ അവനെ മറ്റൊരാളാക്കി തീർത്തിരിക്കുന്നു. തന്നെ കാണുമ്പോൾ ഞാനാന്ന് വിളിച്ച് കെട്ടിപ്പുളരുമെന്ന പ്രതീക്ഷ സ്ഥാനത്ത് അവരെ ഷെയ്ക്ക് ഹാൻഡ് മാത്രമാണ് നൽകിയത്. ഹായ് നാന എന്ന് മാത്രം പറഞ്ഞു. ജഗവതി വർമ്മയാണ് അവനെ അങ്ങോട്ട് പുണർന്നത്. അവൻ അതിൽ അസ്വസ്ഥപ്പെടുന്ന പോലെ അപ്പോൾ അയാൾക്ക് അനുഭവപ്പെട്ടു. ദീപു പിന്നിൽ നിന്ന് സാരമില്ല എന്ന അയാളുടെ ആംഗ്യം കാട്ടി. അവന് കുറച്ച് സമയം കൊടുക്ക അങ്കിൾ, അവൻ അത്രയേറെ തകർന്ന ഒരു മനുഷ്യനാണ്. ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ദീപു അയാളോട് പറഞ്ഞു. ഹർഷനെ ദീപുവിനെ അറിയുന്ന പോലെ ഇപ്പോൾ മറ്റാർക്കും അറിയില്ലല്ലോ. അത് ശരിവെച്ചുകൊണ്ട് ജഗവതി വർമ്മ പിന്നീട് ഒന്നും മിണ്ടിയില്ല. എങ്കിലും മകൻ അയാൾ വിശ്വാസം വരാതെ പലവട്ടം നോക്കി. ഒരു മനുഷ്യന് ഇത്രയേറെ മാറ്റം വരുമോ? ഒടുവിൽ ഹർഷൻ തന്നെ അയാളുടെ കൈകൾ തന്റെ കൈയോട് ചേർത്ത് പിടിച്ചു. അവന്റെ മനസ്സ് വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവൻ തന്റെ ഫോണിലേക്ക് നോക്കി. ജനീവയിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഫോൺ എയ്റോപ്ലെയിൻ മോഡിലാണ്. വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം കുട്ടികൾ ഇപ്പോൾ എവിടെയായിരിക്കും? തന്റെ മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരുന്നു തന്റെ കുഞ്ഞുങ്ങൾ. ഏക പേരുമകൻ ആയതുകൊണ്ട്, മുത്തശ്ശന്റെ അതേ ഛായ ആയതുകൊണ്ടും തന്നെ മുത്തശ്ശിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഹർഷനായിരുന്നു. സാക്ഷി ഗർഭിണിയായിരിക്കുന്നപ്പോൾ അവൾക്ക് ഉണ്ടാകാൻ പോകുന്ന ആൺകുട്ടികൾ ആകാനായി മുത്തശ്ശി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങൾ തന്റെ മുത്തശ്ശിയുടെ അവസാന കർമ്മങ്ങൾ ചെയ്യേണ്ടതല്ലേ? ഹർഷൻ ഒരു നിമിഷം ചിന്തിച്ചു. ഞാനാ തിരുവനന്തപുരത്ത് നിന്ന് എന്റെ കുട്ടികളെ പാലക്കാട് എത്തിക്കണം. മുത്തശ്ശിയുടെ കർമ്മങ്ങൾ അവരും ചെയ്യണം. അവൻ ആലോചനയോടെ പറഞ്ഞു. അതെല്ലാം ഞാനാ വേണ്ട വിധം ചെയ്തിട്ടുണ്ട്. ജഗവതി വർമ്മ അവനോട് പറഞ്ഞു. ഒരു കാര്യം കൂടി ഞാനാ, എന്റെ മുത്തശ്ശി ഒരു ചാരമായി തീരുന്നതിന് മുൻപ് അവള് സാക്ഷി ഈ ലോകത്ത് നിന്ന് പോയിരിക്കണം. ഞാനാ എനിക്ക് വേണ്ടി അത് ചെയ്യുമോ അതോ ഞാൻ തന്നെ ചെയ്യണോ? അവൻ മുറുകിയ മുഖത്തോടെ ചോദിച്ചു. തന്റെ ആ വാക്കുകൾ കേട്ട് ദീപ് ഭയന്നുവെങ്കിലും ജഗതി വർമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. നിന്റെ ഏത് ആഗ്രഹത്തിനും ഈ നാന കൊണ്ട് കൂടെ. സാക്ഷി, ഇന്ദു വിളിച്ചു. വിളി കേട്ട് സാക്ഷി തിരിഞ്ഞു നോക്കി. അവൾ ചെമ്പകശ്ശേരി കോവിലകത്തെ ഹർഷന്റെ മുറിയിലായിരുന്നു. തന്റെയും മക്കളുടെയും വസ്ത്രങ്ങൾ അവിടെയുള്ള കബോർഡിൽ ഉള്ളിലേക്ക് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. അയ്യോ, ഇതു ചേച്ചി എന്തിനാ വയ്യാതെ ഇങ്ങ് കയറി വന്നത്? എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, സാക്ഷി മനസ്താപത്തോടെ പറഞ്ഞു. ഇന്ദു ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന് കാത്തിരിക്കുകയാണ്. മൂത്ത ആൾക്ക് 3 വയസ്സായി. ഒരു സുന്ദരിക്കുട്ടി. അവളുടെ അമ്മാമ്മയുടെ പേര് തന്നെ അവൾക്കും, സാരഥി. അമ്മാമ്മയുടെ പേര് തന്നെയാണെങ്കിലും സാരഥി ജൂനിയറും സാരഥി സീനിയറും തമ്മിൽ ചേരില്ല. ഇന്ദുവിന്റെ ഭർത്താവും പ്രസാദും ഡോക്ടർ തന്നെ, കാർഡിയോളജിസ്റ്റ്. മറ്റൊരു പ്രണയവിവാഹം. ഇന്ദു സഹൃദം സാക്ഷിയെ വിശിച്ചു. അവൾക്ക് ഒരു കുലുക്കവുമില്ല. കണ്ടാൽ ഇന്നലെ പാതിരാത്രി വന്നു കയറിയതാണെന്ന് തോന്നുകയില്ല. അവളാണ് വീട്ടുകാരി എന്ന് തോന്നും. ഇത്രയും വർഷം ഈ വീട്ടിൽ താമസിച്ചവളെ പോലെ കൂസലില്ലാതെ നിൽക്കുന്നവളെ കണ്ട് ഇന്ദുവിന് അത്ഭുതം തോന്നി. സാക്ഷി, നിനക്കൊരു ഭയവും തോന്നുന്നില്ലേ? ഇന്ദു ചോദിച്ചു. എവിടെന്ന്? സാക്ഷി പൊട്ടിച്ചിരിച്ചു. ഇന്ദുവിന് ചിരി പൊട്ടിപ്പോയി. എന്നാലും വയസ്സായ മുത്തശ്ശിയെ കൊല്ലണ്ടായിരുന്നു. ഇന്ദു പറഞ്ഞു. ഞാൻ കൊന്നതല്ല, മുത്തശ്ശി സ്വയമായിട്ട് മരിച്ചതാ.
എന്നിട്ട് ആരും ഒന്നും ആലോചിക്കാതെ സ്വന്തമായി തന്നെ ശരണയെ കൊണ്ട് ദീപുവിനെ വിളിച്ചു പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാണ് അമ്മ ഞാനെ വിളിച്ചു പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ഓരോ പ്ലാനൊക്കെ ഇട്ടത്. സാക്ഷി കൈകൊപ്പി. എന്നാലും ഈ ഐഡിയ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഹർഷൻ വന്നില്ലായിരുന്നെങ്കിലോ? ഇന്ദു അതിശയത്തോടെ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാനും കരുതിയില്ല. എനിക്ക് തോന്നുന്നു എന്റെ കെട്ടിയൻ ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നു എന്ന് സാക്ഷി കൂസലേതുമില്ലാതെ പറഞ്ഞു. ഇന്ദു സന്തോഷത്തോടെ അവളെ നോക്കിക്കണ്ടു. ഇന്നലെ കൂടി കണ്ട പോലെ ഒരടുപ്പം അവളോട്. നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണെന്ന് തോന്നുന്നില്ല. കുഞ്ഞുങ്ങളെ പ്രസവിച്ചെടുത്ത് ആ പാതിരാത്രി തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയവളാണ്. ദേഷ്യമായിരുന്നു ഇവളോട്, വെറുപ്പായിരുന്നു. തന്റെ അനിയന്റെ ജീവൻ തച്ചുടച്ച് എന്ന് തോന്നിയിരുന്നു. എല്ലാവരിൽ നിന്നും അകന്ന് ഹർഷൻ പോകേണ്ടി വന്നത് ഇവൾ ഒരാൾ കാരണം. പക്ഷേ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോഴാണ് സാക്ഷിയെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. തന്റെ അനിയൻ മാത്രമല്ല, സാക്ഷിയും ഒരു ചെറിയ കുട്ടിയായിരുന്നല്ലോ. വെറും 20 വയസ്സിൽ അമ്മയാകുന്നവൾ എത്ര പക്വത കാണിക്കാനാണ്. ഇപ്പോൾ സാക്ഷി തിരിച്ചു വന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്തൊരു സമാധാനമാണ്. നിനക്കിപ്പോഴും ശരിക്കെന്റെ അനിയൻ ആരാണെന്ന് അറിയില്ലല്ലോ പെൺകുട്ടി. അവൾ ഇപ്പോൾ ഒരു ഡോൺ ആണ്, ഡോൺ. ഇന്ന് കളിയോടെയും സ്വല്പ അഹങ്കാരത്തോടെയും പറഞ്ഞു. ഇപ്പോഴത്തെ ഹർഷൻ എങ്ങനെയാണെന്ന് ആകെ കണ്ടിട്ടുള്ളത് ഇന്ദുവും പ്രസാദും മാത്രമാണ്. കഴിഞ്ഞ വർഷം സ്വിറ്റ്സർലാൻഡിൽ ഒരു മെഡിക്കൽ കോൺഫറൻസിന് വേണ്ടി പോയ അവർ അവനെ അവിടെ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടിരുന്നു. അന്ന് മിഴിഞ്ഞുപോയ ഇന്ദുവിന്റെ കണ്ണുകൾ പഴയതുപോലെ ആയത് 1 മാസം കഴിഞ്ഞാണെന്ന് പ്രസാദ് കളിയാക്കി പറയും. എന്ത് ഡോണാണെങ്കിലും എനിക്കൊന്നുമില്ല, എന്റെ ചെക്കന്മാർ എന്നെ നോക്കിക്കോളും, സാക്ഷി ചിരിയോടെ തന്നെ പറഞ്ഞു. സാക്ഷിയുടെ സന്തോഷവും ചിരിയും കണ്ട് ഇന്ദുവിന്റെ മനസ്സ് നിറഞ്ഞു. ഒടുവിൽ സാക്ഷി മടങ്ങി വന്നു, കുഞ്ഞുങ്ങളെയും കൊണ്ട്. ഹർഷനും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അവർ വീണ്ടും ഒന്നിച്ച് ഒരുമിച്ച് സന്തോഷമായിരിക്കണേ ഇന്ദു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാക്ഷിയെ കണ്ട ഇപ്പോഴും ആ പഴയ കുഞ്ഞിക്കുട്ടി തന്നെ. ആദർവന്റെ വസിഷ്ഠയും ചേച്ചി എന്ന് തോന്നു. കവിളുകൾ തുടുത്ത് ആകാരവടിവുകൾ തെളിഞ്ഞ് ഒരു അല്പം വണ്ണം വെച്ചു എന്നല്ലാതെ അവൾക്കൊരു മാറ്റവുമില്ല. ആ പഴയ കോളേജ് കുട്ടി തന്നെ. ഷീ, നീ ഇങ്ങനെയൊക്കെ നിന്നാൽ അടുത്ത വർഷം എന്റെ സ്ഥാനത്ത് നീ നിൽക്കും കേട്ടോ. അവളെ നോക്കിക്കൊണ്ട് തന്റെ വയറിൽ തലോടിക്കൊണ്ട് ഇന്ദു കള്ളച്ചിരിയോടെ പറഞ്ഞു. അവള് പറഞ്ഞ് എന്താണെന്ന് മനസ്സിലായപ്പോൾ സാക്ഷി ചുവന്നുടുത്തുപോയി. ഹർഷന്റെ മുഖം മിന്നൽ പോലെ ഉള്ളിൽ തെളിഞ്ഞു. ഓ ചേച്ചി, അവൾ മുഖം പൊത്തി. അത് കണ്ട് ഇന്ദു ആസ്വദിച്ച് ചിരിച്ചു. ഇന്ദു ചേച്ചി, സാക്ഷി ചേച്ചി, ഹർഷൻ ചേട്ടൻ ലാൻഡ് ചെയ്തു എന്ന് ഫോൺ വന്നു. ശരണ്യ പെട്ടെന്ന് ഓടിക്കൊണ്ട് വന്ന് പറഞ്ഞു. കൃഷ്ണൻ വല്യച്ഛനും മുകേഷ് ലേച്ചനും കൂടി ഹെലിപാഡ് ചേട്ടനെ റിസീവ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, അവരെ വിളിച്ച്. ശരണ്യ ശ്വാസം വിടാതെ പറഞ്ഞു. കേട്ടതും സാക്ഷിയുടെ നെഞ്ചു പിടഞ്ഞു. അവള് ചുവരിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഹർഷന്റെ ഫോട്ടോയിലേക്ക് നോക്കിപ്പോയി. അവന്റെ കുട്ടിതം തുളുമ്പുന്ന മുഖം, അവന്റെ കൗതുകം ഒളിപ്പിച്ച മുഖം, ചുവന്ന ചുണ്ടുകൾ, നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടി. അവൾക്ക് അതെല്ലാം മിസ് ചെയ്തു. അവനെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് അവൾക്ക് തോന്നി. ചേച്ചി, ഇങ്ങനെ നോക്കി നിക്കല്ലേ, ചേട്ടൻ വരുമ്പോൾ നേരിട്ട് കാണാമല്ലോ, ശരണ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാക്ഷി വേഗം നാണം കൊണ്ട് മുഖം കുരിച്ചു. അവൾക്ക് ചമ്മൽ തോന്നി. പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്നോണം അവൾ ശരണ്യോട് ചോദിച്ചു, വാസുവും മാധുവും എവിടെ? രണ്ടാളും അവിടെ മുത്തശ്ശിയുടെ മുറിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് അച്ഛൻ വരുമ്പോൾ സർപ്രൈസ് ആക്കണമെന്ന് പറഞ്ഞു. ഹർഷൻ ചേട്ടൻ വരുമ്പോൾ രണ്ടാളും കൂടി പേടിപ്പിക്കാനാ പ്ലാൻ. ചേട്ടനെ ഭൂതം കാണിച്ച് പേടിപ്പിക്കുമത്രേ, ശരണ ചിരിയോടെ പറഞ്ഞു. പെട്ടെന്ന് കോവിലകത്തിന്റെ ഗേറ്റ് സെക്യൂരിറ്റി വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടു. സാക്ഷിയുടെ ഹൃദയം ക്രമാതീയമായി ഇടിച്ചിടിച്ച് അത് വെളിയിൽ ചാടുവാൻ തോന്നി. അവളെ മനസ്സിലാക്കിയെന്നോണം ഇന്ദു അവളുടെ കയ്യിൽ പിടിച്ചു. റിലാക്സ് സാക്ഷി. ഒരു നിമിഷം അറച്ചിന്ന് പോയി എങ്കിലും അടുത്ത നിമിഷം സാക്ഷി ഓടി താഴേക്ക്, അവളുടെ ഹർഷനെ കാണാൻ. കാറിൽ നിന്ന് ഇറങ്ങി ഒന്നും മനസ്സിലാകാൻ നിൽക്കുകയാണ് ഹർഷൻ. മരിച്ചു കിടക്കുന്ന മുത്തശ്ശിയെ ഓർത്ത് ആ കാഴ്ച കാണാൻ മനസ്സിനെ പാകപ്പെടുത്തി മനസ്സ് കല്ലാക്കിയാണ് അവൻ എത്തിയത്. ചുറ്റും ആളുകളും ബഹളങ്ങളും ഒക്കെയായി മുത്തശ്ശൻ മരിച്ച സമയത്തുള്ള അന്തരീക്ഷമായിരുന്നു അവന്റെ മനസ്സിൽ. പക്ഷെ ആരും പേരുമില്ലാത്ത ആ കോവിലകത്തിന്റെ വളപ്പവൻ സംശയത്തോടെ നോക്കി. അവിടെയുള്ളവരുടെ 10ൽ താഴെ കാറുകൾ അല്ലാതെ മറ്റൊരു വണ്ടി പോലും ഇല്ല. കാറിൽ നിന്ന് കൂടെ ഇറങ്ങിയ അവൻ സംശയത്തോടെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് കള്ളച്ചിരി കണ്ടപ്പോൾ അവന്റെ കണ്ണിൽ കനൽ എരിഞ്ഞു. ചതി, തന്റെ വാശിയെ തോൽപ്പിക്കാൻ എല്ലാവരും കൂടി തന്നെ വിഡ്ഢിയാക്കുകയായിരുന്നോ? ദീപു, വാ പോകാം, കനത്ത സ്വരത്തിൽ പറഞ്ഞു. കയ്യിലെടുത്ത ബാഗും കൊണ്ട് അവൻ തിരിഞ്ഞു. ഹർഷ. വർഷങ്ങൾക്ക് ശേഷം സാക്ഷിയുടെ ശബ്ദം. കാറിലേക്ക് കയറാൻ തുടങ്ങിയ ഹർഷൻ ഞെട്ടിത്തിരിഞ്ഞു. പടിവാദിക്കൽ അവള്, സാക്ഷി. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സസ്പെൻസ് ത്രില്ലർ